അപ്പോൾ നമുക്കിനി ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് അതുപോലെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഗ്ലൂക്കോസ് ഏതാണ്? C6H12O6. അതിൻ്റെ മോളിക്കുലർ മാസ് എങ്ങനെയാണ്? കാർബണിൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആറ്റോമിക് മാസ് എഴുതിയിടാം. കാർബണിൻ്റെ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. ഓക്കെ, C6 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 12 into 6, 72. ഓക്കെ, then H12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 into 12 equal 12. then O6 ഓയുടെ എത്രയാണ്? 16 അല്ലേ? 16 into എത്ര ഉണ്ട്? 6, 96. so C6H12O6 നമുക്ക് എങ്ങനെ എഴുതാം? 72 plus 12 plus 96. അപ്പോൾ എത്ര വരും? 180. എത്ര വരും? 180. ഇതാണ് നമ്മുടെ ആരുടെ മോളിക്കുലർ മാസ്? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ്. C6H12O6. എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? 6 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ എത്രയാണ്? 12. അതുപോലത്തെ 6 എണ്ണം വരുമ്പോൾ എത്ര എണ്ണം വരും? 72. then ഹൈഡ്രജൻ്റെ എത്ര? ഒരെണ്ണത്തിൻ്റെ എത്രയാണ്? 1. അതുപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 12. 1 into 12, 12. then ഓക്സിജൻ്റെ ഒരെണ്ണത്തിൻ്റെ എത്രയാണ്? 16. അതുപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പോൾ 16 into 6, 96. then ടോട്ടൽ വരുമ്പോൾ എങ്ങനെയാണ്? 72 plus 12 plus 96. ടോട്ടൽ 180. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ H2SO4ൻ്റെ കേസിലോ ഹൈഡ്രജൻ്റെ എത്രയാണ് ആറ്റോമിക് മാസ്? 1, സൾഫർ 32, ഓക്സിജൻ 16. H2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 1 into 2 equal 2. then സൾഫർ 32 ഒരു സൾഫർ അല്ലേ ഉള്ളൂ. അപ്പോൾ 1 into 32, 32. ഓക്സിജൻ എത്രയാണ്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ 16 into 4 equal 64. okay, then add these 3 numbers. 2 plus 32 plus 64. 2 plus 32 plus 64. then 98. This is the molecular weight of H2. Molecular mass of H2SO4 98. Molecular mass of glucose 180. okay, next one gram molecular mass അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചു. ഈ മാസ് ഇൻ ഗ്രാം, ഓക്കെ, മാസ് ഇൻ ഗ്രാം ഈക്വൽ ടു മോളിക്കുലർ മാസ്. മാസ് ഇൻ ഗ്രാം ഈക്വൽ ടു മോളിക്കുലർ മാസ്. ഓക്കെ, 180 ആണെങ്കിൽ 180 ഗ്രാം ആണ് എന്തെന്ന് നമ്മൾ പറയേണ്ടത്? മോളിക്കുലർ മാസ്. ഓക്കെ, 180 ഗ്രാം. എലമെന്റ് ഓർ കോമ്പൗണ്ട്, then m.m എന്ന് ഞാൻ ഇതൊക്കെ മോളിക്കുലർ മാസ് ആണ്. മാസ് ഇൻ ഗ്രാം, ഗ്രാം മോളിക്കുലർ മാസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഫസ്റ്റ് വൺ ഹൈഡ്രജൻ. മോളിക്കുലർ മാസ് എത്രയാണ്? ഹൈഡ്രജൻ H2ൻ്റെ ആട്ടോ ഓർത്തോണം. മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ആറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോഴോ 2 എണ്ണത്തിൻ്റെ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2. ഓക്സിജൻ്റെ എത്രയാണ്? ഒരു ഓക്സിജൻ്റെ 16 ആണ്. അതുപോലത്തെ 2 എണ്ണം വരുമ്പോൾ എത്രയാണ്? 16 into 2, 32. ഞാൻ ഇവിടെ എഴുതിയിടാം കേട്ടോ. നൈട്രജൻ. നൈട്രജൻ്റെ എത്രയാണ്? 14. N2 അല്ലേ? അപ്പോൾ 14 into 2, 28. then water H2O. നമുക്കറിയാം 2 plus 16 equal to 18. NH3 14 plus 3 equal to 17. അപ്പോൾ മോളിക്കുലർ മാസ് നമുക്ക് കിട്ടിയല്ലോ 2, 32, 28, 18, 17. ഇനി മാസ് ഇൻ ഗ്രാം എങ്ങനെ എഴുതാം? നമ്മൾ മാസ് ഇൻ ഗ്രാം അവിടെ എഴുതിയത് ഓർമ്മയുണ്ടോ? ഗ്രാം ആറ്റോമിക് മാസിൽ. അതുപോലെ തന്നെ 2 ഗ്രാം, 32 gram, 28 gram, 18 gram, 17 gram. Okay,
ദെൻ ഗ്രാം മോളിക്കുലർ മാസ്, ഇതെങ്ങനെയാണ്? ഒരു മോളിക്യൂളില്ല അല്ലേ പറയണേ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ. അപ്പോൾ എത്രയാണ്? 1 GMM. ഇവിടെയോ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെയോ 1 GMM. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്, 1 GMM. H2O എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ. അപ്പോൾ എങ്ങനെ പറയും? 1 GMM. ഇനി NH3 എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ ഓഫ് NH3 ആണ്. അപ്പോൾ എങ്ങനെയാണ്? 1 GMM. ഗ്രാം മോളിക്കുലർ മാസ്. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഒരെണ്ണത്തിൽ എത്രയുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? 6.22 into 10 raised to 23 H2. Here also 6.022 into 10 raised to 23 O2. Then next one 6.022 into 10 raised to 23 N2. Then 6.022 into 10 raised to 23 H2O. Then 6.022 into 10 raised to 23 NH3. Okay. Six point 022 into 10 raised to 23 H2 molecules. Then 6.022 into 10 raised to 23 O2 molecule. 6.022 into 10 raised to 23 nitrogen molecule. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എന്താ മനസ്സിലാവുന്നത്? ഒരു ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ഹൈഡ്രജൻ മോളിക്യൂളല്ലേ ഇത്. ഇനി 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിലോ നമ്മളൊക്കെ എങ്ങനെ എഴുതാം? 2 into ഇവിടെ ഒറ്റയൊരു ഓക്സിജൻ മോളിക്യൂളാണ്. ഇതുപോലത്തെ 2 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടെങ്കിലോ അതിനനുസരിച്ച് ഡിഫറൻസ് വരും. അതുപോലെ N2 ഒറ്റയൊരെണ്ണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, the amount of substance in gram is equal to its molecular mass is called gram molecular mass. The amount of substance is equal to its molecular mass. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് 2 gram ആണ്. ഓക്കെ, അതിൻ്റെ മോളിക്കുലർ മാസ് ഇപ്പോൾ ഹൈഡ്രജൻ 2 gram ഹൈഡ്രജൻ, അതിൻ്റെ മോളിക്കുലർ മാസ് എങ്ങനെയാണ്? നമ്മൾ H2 അല്ല പറയണേ. എത്രയാണ് പറയുന്നത്? 2. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. എപ്പോഴും 1 gram മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ, ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ 1 gram എന്ന് പറയുമ്പോൾ എത്രയേ കാണുള്ളൂ? അതിൻ്റെ അകത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 6.022 into 10 raised to 23 മോളിക്യൂൾ. ഒരെണ്ണത്തിൽ എത്രയേ കാണുള്ളൂ? 6.022 into 10 raised to 23. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പോൾ 64 gram ഓഫ് ഓക്സിജൻ, 64 gram ഓഫ് ഓക്സിജൻ. ഇപ്പോൾ ഇവിടെ മാസ് ഇൻ ഗ്രാം എത്രയാണ്? 64 ആണ്. ഇനി ഓക്സിജൻ്റെ ഒരു ഓക്സിജൻ്റെ എത്രയാണ്? 16. അതുപോലത്തെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 16 into 2, 64 divided by 32 equal 2. എത്ര ഗ്രാം മോളിക്കുലർ മാസ് ഉണ്ട്? എത്രയുണ്ട്? 2. എത്ര ഗ്രാം മോളിക്കുലർ മാസ് ഉണ്ട്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? നമ്പർ ഓഫ് ഗ്രാം ആറ്റോമിക് മാസ്. ആ ഗ്രാം ആറ്റോമിക് മാസ് വന്നപ്പോൾ എന്തായി? മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്സായി. ഇവിടെ മോളിക്യൂൾസിൻ്റെ വന്നു കഴിഞ്ഞപ്പോഴോ എന്തായി? നമ്പർ ഓഫ് മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. വ്യത്യാസം ഓർത്തോണം. ആദ്യത്തേൽ നമ്പർ ഓഫ് ഗ്രാം ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാനായിട്ട് ആറ്റോമിക് മാസ് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത്. ഇവിടെ ഗ്രാം മോളിക്കുലർ മാസ് ആണെങ്കിലോ മോളിക്കുലർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു.